ഫിഷറീസ് വകുപ്പ് സ്വന്തം സമുദായത്തിൽപ്പെട്ട ജനപ്രതിനിധികൾക്ക് നൽകണമെന്ന നിലപാട് ഘടിപ്പിച്ച് ലത്തീൻ സഭ. ബിഷപ്പ് ആസ്ഥാനം സന്ദർശിച്ച കെ മുരളീധരൻ, CP ജോൺ എന്നീ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലത്തീൻ സഭ വികാരി ജനറൽ യുജിൻ പെരേരയാണ് നിലപാട് വ്യക്തമാക്കിയത്. കടൽ അറിയുന്നവർ വകുപ്പ് മന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പെരേര വ്യക്തമാക്കി. സഭയുടെ ആവശ്യം അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചതാണെന്നും പരമാവധി സമുദായ പരിഗണന മന്ത്രിസഭയിൽ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, മുഖ്യമന്ത്രിയായി മന്ത്രിമാരായി, പക്ഷേ വകുപ്പുകളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ധീവരസഭ ശക്തമായ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ലത്തീൻ സഭയും ഇപ്പോൾ ഇതാ നിലപാട് കർക്കശമാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ നിലപാട് അംഗീകരിച്ചിട്ടില്ല, ആ രീതിയിൽ അവഗണിച്ചതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്? ഏത് തരത്തിലാണ് അനുനയ നീക്കങ്ങൾ? KP, കഴിഞ്ഞ ദിവസം UDF സർക്കാർ മന്ത്രിസഭ രൂപീകരണമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ വകുപ്പുകൾ, മന്ത്രിമാർക്ക് വകുപ്പ് നൽകുന്ന കാര്യത്തിലുള്ള തീരുമാനം അനിശ്ചിതമായി നീളുകയാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുന്നു, എന്നിട്ടും മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നടക്കം ലത്തീൻ അതിരൂപത വികാരിമാർ അല്ലെങ്കിൽ ആ നേതൃത്വം, സഭാ നേതൃത്വം വിട്ടുനിന്നൊരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് 8 മണിയോട് കൂടിയാണ് ലത്തീൻ അതിരൂപതയുടെ ആസ്ഥാനത്ത് ബിഷപ്പ് ഹൗസിലെത്തി, വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിലെത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ തന്നെയാണ്. ഇവിടെ എത്തി മന്ത്രിമാർ, തിരുവനന്തപുരത്തെ 2 മന്ത്രിമാരായ കെ മുരളീധരനും അതുപോലെ തന്നെ CP ജോണും ഇവിടെ എത്തി ലത്തീൻ അതിരൂപത വികാരി ജനറൽ യുജിൻ പെരേരയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അല്പസമയം നീണ്ടുനിന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി കെ മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ 2 മന്ത്രിമാരെന്ന നിലയിൽ കൂടിക്കാഴ്ച നടത്തിയതാണ്. സഭയ്ക്ക് നൽകേണ്ട പരിഗണന അല്ലെങ്കിൽ സാമുദായികപരമായി കിട്ടേണ്ട അംഗീകാരങ്ങളെക്കുറിച്ച് അത് പരമാവധി ലഭിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയല്ല എന്നുകൂടി കെ മുരളീധരൻ പറയുകയുണ്ടായി. പക്ഷേ മന്ത്രിമാർ മടങ്ങിയതിനു ശേഷം യുജിൻ പെരേര പ്രതികരിക്കുകയുണ്ടായി. കടൽ അറിയുന്നവർ തന്നെ ഫിഷറീസ് വകുപ്പിന് മന്ത്രിയാകണമെന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 2 3 അല്ലെങ്കിൽ 4 മന്ത്രിമാരുണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. വിൻസെന്റിനടക്കമുള്ളവർക്ക് മന്ത്രിസഭയിലേക്ക് അംഗത്വം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തിന്, അതായത് ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ ഫിഷറീസ് വിഭാഗത്തിലേക്ക് മന്ത്രിയായി പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പരിഗണന ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ. വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ കടൽ അറിയുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ലത്തീൻ സഭയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ തന്നെ ആ ഫിഷറീസ് വകുപ്പിലേക്ക് വരണം എന്നുള്ളൊരു കാര്യം കൂടി ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഫിഷറീസ് വകുപ്പ് നൽകുന്നതിലുള്ള ഒരു അതൃപ്തി തുടരുന്നു എന്നുള്ളതാണ്. ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മുസ്ലിം ലീഗിന് ചിലപ്പോൾ ഈ ഫിഷറീസ് വകുപ്പ് നൽകും എന്നുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ തീർത്തും ലത്തീൻ സഭയ്ക്ക് അതൃപ്തിയാണുള്ളത്. ആ കടുത്ത അതൃപ്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രകടമായെന്ന്. തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾ അറിയുന്നവർ, അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അറിയുന്നവർ, തീരദേശ മേഖലയെക്കുറിച്ച് കൃത്യമായി അറിയുന്നവർ തന്നെ ആ മേഖലയിലേക്ക് വരണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മുതലപ്പുഴയിൽ ഉണ്ടായ അപകടങ്ങളെക്കുറിച്ചും ഫാദർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 80 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീരദേശ മേഖലയെക്കുറിച്ച് അവബോധമില്ലാത്തവരാണ് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ എത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കാനിടയാകും എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർക്കാരിനെ, അതായത് മുഖ്യമന്ത്രി അടക്കം അറിയിക്കുമെന്നുള്ളൊരു നിലപാടിലേക്ക് ലത്തീൻ സഭ എത്തിയിരിക്കുകയാണ്. KP. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.